ഈ ദിലീപിന്റെ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതിയിൽ നിന്ന് നിലവിൽ ദിലീപിന് ജാമ്യം ലഭിച്ചില്ല എങ്കിൽ അഡ്വക്കേറ്റ് രാംകുമാറിനെ മാറ്റും എന്ന് കേൾക്കുന്നുണ്ടല്ലോ. പകരം പ്രമുഖ അഭിഭാഷകനായ ഇന്ത്യയിലെ തന്നെ പ്രമുഖ അഭിഭാഷകനായ രാം ജഠ്മലാനിയുടെ പേരും കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തെ സമീപിച്ചതായും കേൾക്കുന്നു. എന്താണ് ഇതിന്റെ വസ്തുത? അതിന് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 2 തവണയായിട്ടും ഹൈക്കോടതിയിലും മറ്റും ദിലീപിന് വേണ്ടി ജാമ്യാപേക്ഷ നൽകിയിട്ടും അതിന് കാര്യമായിട്ടുള്ള ഒരു പുരോഗതി നിലവിലുള്ള അഭിഭാഷകന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു പരാതി ദിലീപിനോടൊപ്പം ഉള്ളവർക്കുമുണ്ട്. ആദ്യം ചില സുഹൃത്തുക്കളുടെ മറ്റും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉള്ള അഭിഭാഷകനെ ഇവർ നിയോഗിച്ചത്. പക്ഷേ ആദ്യഘട്ടത്തിലും ഇപ്പോൾ 2ാം ഘട്ടത്തിലും ജാമ്യത്തിനായിട്ട് കേസ് പരിഗണിച്ചിരിക്കുകയാണ്. പക്ഷേ ഇത്തരത്തിൽ 2ാം ഘട്ടത്തിലും ജാമ്യം ലഭിക്കാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നേരെ സുപ്രീം കോടതിയിലേക്ക് പോകുകയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രമുഖരായിട്ടുള്ള ചില അഭിഭാഷകരെ ഉപയോഗിച്ചുകൊണ്ട് ഏത് വിധേനയും ജാമ്യം നേടിയെടുക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്തു വരുന്ന ചില അഭിഭാഷകരെ ഇവർ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ ഈ ജാമ്യാപേക്ഷയിലുണ്ടായ വിധി വന്നാൽ ജാമ്യാപേക്ഷ ഒരു പക്ഷേ തള്ളിക്കഴിഞ്ഞാൽ നേരെ സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് അവിടുന്ന് വിധി സമ്പാദിച്ചെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. സ്വാഭാവികമായിട്ടും കൂടുതൽ പണം ഉപയോഗിച്ചുകൊണ്ട് മികച്ച അഭിഭാഷകരെ ഉപയോഗിച്ചുകൊണ്ട് അത് ഏത് വിധേനയാണെങ്കിൽ പോലും സുപ്രീം കോടതിയിൽ നിന്ന് ലഭ്യമാക്കി എടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ചില നിയമ ഉപദേശവും മറ്റും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് സ്വാധീനമുള്ള ചില അഭിഭാഷകരെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം നേടുന്നതിന് വേണ്ടിയിട്ട് ഒരു ശ്രമം ഇപ്പോൾ ദിലീപിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട്.